Once again, all of you, welcome back to my YouTube channel. My name is Adra. So today we are going to continue the same topic from the chapter metals and non-metals. I think you are gone through the portion and it's very easy for you. So today we are going to continue the same discussion of that questions. Our second question is, aluminum is an example of highly reactive metal. Then B, we are using that metal for preparing utensils. Why? Okay. So the question, I will repeat once again. Aluminium is an example of highly reactive metal. Then B, we are using that metal for preparing utensils. Why? അലൂമിനിയം എന്ന് പറയുന്നത് ഒരു ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ആയിരുന്നിട്ട് പോലും നമ്മൾ ആ മെറ്റൽ എന്തുകൊണ്ടാണ് യൂട്ടൻസിൽസ് അതായത് പാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ഓക്സിജൻ എന്ന പോർഷനിൽ നിന്നാണ്. ഐ തിങ്ക് യു ആർ നൗ ഏബിൾ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ സിമ്പിൾ ആണ്. അലൂമിനിയം ഒരു ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ആണെങ്കിലും ഫസ്റ്റ്ലി ദാറ്റ് അലൂമിനിയം റിയാക്ട്സ് വിത്ത് ദ ഓക്സിജൻ പ്രസന്റ് ഇൻ അവർ atmospheric air, and that layer means that oxide layer prevent further oxidation. അലൂമിനിയം നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിൽ പ്രസന്റ് ആയിരിക്കുന്ന ഓക്സിജനുമായിട്ട് ഫസ്റ്റ് അങ്ങ് റിയാക്ട് ചെയ്തിട്ട് അത് അവിടുത്തെ ഒരു ഓക്സൈഡ് ലെയറിനെ എന്ത് ചെയ്യും, മീൻസ് അലൂമിനിയം ഓക്സൈഡ് ലെയറിനെ ഫോം ചെയ്യിക്കും. ആൻഡ് ദാറ്റ് ഓക്സൈഡ് ലെയർ പ്രിവെന്റ് ഫർദർ ഓക്സിഡേഷൻ. അലൂമിനിയം യൂട്ടൻസിൽസിന്റെ സർഫസിൽ ആദ്യം ഫോം ചെയ്യുന്ന ഈ അലൂമിനിയത്തിന്റെ ഓക്സൈഡ് ലെയർ ഫർദർ ആയിട്ട് അലൂമിനിയത്തിനെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിനെ എന്ത് ചെയ്യും, ഒരു പ്രിവെൻഷൻ, ഒരു തടസ്സമായി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ അലൂമിനിയം ഒരു ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ആയിട്ടും യൂട്ടൻസിൽസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അതിനെ ഉപയോഗിക്കുന്നത്. ഐ തിങ്ക് ദ ആൻസർ ഈസ് ക്ലിയർ. വൺസ് അഗൈൻ ഐ വിൽ റിപ്പീറ്റ് ദ സെയിം അവർ ക്വസ്റ്റ്യൻ. Aluminum is an example of highly reactive metal. Then B, we are using this metal for preparing utensils. Why? Aluminum എന്നൊരു ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ആയിരുന്നിട്ട് പോലും അതിനെ നമ്മൾ യൂട്ടൻസിൽസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ എന്ന് പറഞ്ഞാൽ അലൂമിനിയം ഫസ്റ്റ്ലി റിയാക്ട്സ് വിത്ത് ദ ഓക്സിജൻ പ്രസന്റ് ഇൻ അവർ അറ്റ്മോസ്ഫിയറിക് എയർ. അലൂമിനിയം നമ്മുടെ അന്തരീക്ഷത്തിൽ പ്രസന്റ് ആയിരിക്കുന്ന ഓക്സിജനുമായി ആദ്യം റിയാക്ട് ചെയ്തിട്ട് they form an layer of aluminum oxide. അത് ഒരു അലൂമിനിയം ഓക്സൈഡിന്റെ ലെയർ ആ മെറ്റൽ സർഫസിൽ ഫോം ചെയ്യും. ദാറ്റ് മെറ്റൽ ഓക്സൈഡ് ലെയർ പ്രിവെന്റ് ഫർദർ ഓക്സിഡേഷൻ. ആ ഫോം ചെയ്യുന്ന അലൂമിനിയം ഓക്സൈഡിന്റെ ലെയർ പിന്നീട് ആ മെറ്റലിനെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൽ നിന്ന് എന്ത് ചെയ്യും, തടസ്സമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് വി ആർ യൂസിങ് ദിസ് മെറ്റൽ ഫോർ പ്രിപ്പയറിംഗ് യൂട്ടൻസിൽസ്. അപ്പം ഇത്രയുമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്. ഐ തിങ്ക് ദ പോർഷൻ ഈസ് ക്ലിയർ. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.